ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു മീൻ കറിയാണ്. ഇത് അയല മുളകിട്ടതാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ ഉപയോഗിച്ച് വേണമെങ്കിലും ഈ രീതിയിൽ മുളകിട്ട കറി ഉണ്ടാക്കാവുന്നതാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 10 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും മീൻ മുളകിട്ട് തയ്യാറാക്കുമ്പോൾ ചെറിയുള്ളി ചേർക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. പിന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുളകിടുന്നതിന് വേണ്ടി 3 അയലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നീട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു മൺചട്ടിയിൽ തന്നെ മീൻ മുളകിട്ട് തയ്യാറാക്കിയാലാണ് അതിന് നല്ല പ്രത്യേകമായ ഒരു ടേസ്റ്റ് കിട്ടുക. ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് എല്ലാം ചേർത്ത് നന്നായൊന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി ഇത് നന്നായി മൂത്ത് വരുന്ന സമയം വരെ ഇതൊന്ന് ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇവയെല്ലാം ആ ചെറിയ തീയിൽ വെച്ച് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മണം ഫീൽ ചെയ്യുന്നതാണ്. തീ കൂട്ടി വെച്ച് ഒരിക്കലും ഇത് വഴറ്റിയെടുക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് നമ്മൾക്ക് മുളകിട്ട കറി ഉണ്ടാക്കുമ്പോൾ ലഭിക്കുക ചെറിയുള്ളി ചേർക്കുന്ന സമയത്താണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഉള്ളിയെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഇവ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറി വരുന്നതിന് വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്തെല്ലാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ മസാലയെല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന വാളൻ പുളിയുടെ പിഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മലബാർ ഭാഗങ്ങളിൽ മീൻ കറി ഉണ്ടാക്കുമ്പോൾ കൂടുതലും വാളൻ പുളിയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വാളൻ പുളി ചേർത്ത് കാണിക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാളൻ പുളിക്ക് പകരം കുടംപുളിയും ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക.
അയലയുടെ കഷ്ണങ്ങൾ ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരടപ്പ് കൊണ്ട് ചെറുതായി അടച്ച് ഒരു 10 മിനിറ്റ് സമയം ചെറിയ തീയിൽ കുക്കാക്കി എടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നുകൂടി വറ്റിച്ചെടുക്കണം എന്നുള്ളവർക്ക് ചാറ് ഒന്നുകൂടി കുറുക്കിയെടുക്കാം. ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇത് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയല മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിനും കിഴങ്ങിനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.